മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പിസ്സ. എന്നാൽ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം പിസ്സ വെച്ചിട്ടാകാന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിലോ കുറച്ച് പണിയും കുറഞ്ഞു കിട്ടി. ചില സമയങ്ങളിലൊക്കെ നമ്മൾ മക്കളുടെ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണ്ടേ? നമ്മളല്ലേ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കേണ്ടത്. എല്ലാം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമുക്കൊരു ആഗ്രഹം പറയാൻ തന്നെ പേടിയാ. എന്നുവെച്ചാൽ സാധിച്ചു തരാൻ വീട്ടിലുള്ളവർക്ക് പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ മക്കൾക്ക് പിസ്സ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അച്ഛന് പിസ്സ വലിയ ഇഷ്ടമില്ല. ഞാൻ പിന്നെ എല്ലാത്തിനും കൂടും. അപ്പോൾ അച്ഛന് കുറച്ച് മന്തി ആവാന്ന് വിചാരിച്ചു. അങ്ങനെ മന്തിയും വാങ്ങി കഴിച്ച് നമ്മൾ നല്ലൊരു ഉറക്കം ഇറങ്ങിയൊരു മണിക്കൂർ. അത് കഴിഞ്ഞ് നമ്മൾ പോവാൻ റെഡി ആവണം. അങ്ങനെ ഇറങ്ങി വേഗം തന്നെ. എന്താണെന്ന് വെച്ചാൽ ഇരുട്ടാകുമ്പോഴേക്കും റോഡുകളൊക്കെ ബ്ലോക്കാവും. അപ്പോൾ നമ്മളെല്ലാ വർഷവും ന്യൂ ഇയർ ആഘോഷിക്കാൻ പോണ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ പോക്ക്. നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. തണുപ്പ് എല്ലാവർക്കും ഒരുപോലെ ഫീൽ ചെയ്യില്ല. അതേ കണ്ടില്ലേ, സ്വെറ്റർ ഇട്ടവരും ഉണ്ട് ഇടാത്തവരും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിന്നതൊക്കെ ഒന്ന് കുറച്ച് ദഹിക്കും ചെയ്യും. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണും ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ കാഴ്ച കണ്ട് നടന്ന് എത്തിയത് ആൾക്കാർ ഗ്രില്ല് ചെയ്യണ്, ഫിഷ് ഗ്രില്ല് ചെയ്യണ്, അങ്ങനെ പലതരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മോള് പറഞ്ഞു നല്ല മണം വരുന്നുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ പണ്ടത്തെ നമ്മുടെ കുളത്തിലൊക്കെ മീൻ പിടിച്ചിട്ട് ആ മീൻ അവിടെ തന്നെ ഇട്ടൊന്ന് ചുട്ടെടുക്കും തീ കൂട്ടിയിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഗ്രിൽഡ് ഫിഷ്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ. ബൈ.